കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാ കൺവേർജന്റ് സീക്വൻസും കോഷി സീക്വൻസ് ആണെന്നും കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് അതിന്റെ ഓഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാ കൺവേർജന്റ് സീക്വൻസും കോഷി സീക്വൻസ് ആണെന്നും കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറമാണ്. അതാണ് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ. അപ്പൊ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ എന്ന തിയറം പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. A sequence of real numbers is convergent if and only if it is a Cauchy sequence. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജന്റ് ആവണമെങ്കിൽ കൺവേർജന്റ് ആണ് if and only if it is a Cauchy sequence. അപ്പോ if and only if കണ്ടീഷൻ വരുമ്പോൾ തന്നെ നമ്മൾക്കറിയാം നമ്മൾക്ക് രണ്ട് പാർട്സ് ഉണ്ട്. ആദ്യം ഇവിടെ a sequence of real numbers കൺവേർജന്റ് ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് that sequence is a Cauchy sequence. ആക്ച്വലി ഇത് നമ്മുടെ ലെമ്മ 1 ആണ്. ലെമ്മ 1 നമ്മൾ പ്രൂവ് ചെയ്തിരുന്നത് എല്ലാ കൺവേർജന്റ് സീക്വൻസും കോഷി സീക്വൻസ് ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തിയറം ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ നെസസറി പാർട്ടിൽ അസ്യൂം ദാറ്റ് xn is a convergent sequence, then prove that it is a Cauchy sequence. ആ ലെമ്മ 1ന്റെ പ്രൂഫ് എഴുതിയാൽ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിന്റെ കോൺവേഴ്സ് പാർട്ടാണ് ഉള്ളത്. അപ്പൊ കോൺവേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we assume that x equal to xn is a Cauchy sequence എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ Cauchy സീക്വൻസ് കൺവേർജന്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത ലെമ്മ 2 അനുസരിച്ച് എല്ലാ Cauchy സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സും ബൗണ്ടഡ് ആയിരിക്കും. എല്ലാ Cauchy സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സും ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ബോൾസാനോ-വീസ്ട്രോസ് തിയറം അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പൊ ബോൾസാനോ-വീസ്ട്രോസ് തിയറം എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് കോഷിയാണ്. കോഷി ആണെങ്കിൽ നമുക്ക് ഉടനെ അറിയാം ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് മീൻസ് ഇറ്റ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. ദാറ്റ് ഈസ് x equal to xn ഒരു കോഷി സീക്വൻസ് ആണെങ്കിൽ അത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. So it has a convergent subsequence x dash, x dash which is equal to xnk. X dash equal to xnk. Okay. Wait a minute. It has a subsequence x dash equal to xnk of x. അപ്പോൾ സബ്സീക്വൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉടൻ തന്നെ മനസ്സിലായി ആ സബ്സീക്വൻസ് ഈസ് കൺവേർജന്റ്. Subsequence is convergent and so the limit exists. That subsequence is convergent, so the limit exists. Appo namalku endu parayam? That subsequence is converges to some real number x star. Thus subsequence is convergent to some real number x star എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അസ്യൂം ചെയ്തത് xn എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസ് ആണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ ബോൾസാനോ-വീസ്ട്രോസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ എക്സിന് ഒരു സബ്സീക്വൻസ് ഉണ്ട് എക്സ് ഡാഷ്. അത് ഇറ്റ് ഈസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്നത് എക്സ് സ്റ്റാർ എന്ന് പറയുന്ന റിയൽ നമ്പറിലോട്ടാണ്. ഇത്രയും മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമ്മൾക്കറിയാം we have x equal to xn is a Cauchy sequence. അപ്പൊ Cauchy സീക്വൻസിന്റെ ഡെഫിനിഷൻ എല്ലാവരും ഓർക്കുന്നുണ്ടോ? Cauchy സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? Given epsilon greater than 0, there exists a natural number h of epsilon by 2 such that if n, m greater than or equal to h of epsilon by 2, then modulus of xn minus xm less than epsilon by 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് Cauchy സീക്വൻസിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ എന്താണ്? ലെറ്റ് ഇറ്റ് ബി അവർ റിലേഷൻ 1. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇത് Cauchy സീക്വൻസിന്റെ ഡെഫിനിഷൻ ആണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സിൻസ് ദ സബ്സീക്വൻസ് നമുക്കറിയാം. അപ്പൊ ഇത് Cauchy സീക്വൻസിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്കറിയാം സിൻസ് ദ സബ്സീക്വൻസ് x dash equal to xnk converges to x star, there is a natural number k greater. എന്താണ്? പറയൂ പ്രേരണ.
മിസ് ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട് മിസ്സിന്റെ സൗണ്ട്. ആണോ? ഇപ്പോഴോ? സിൻസ് ഞാൻ ഒന്നുകൂടെ പറയാം, ക്ലിയർ ആവുന്നു നോക്കിക്കേ. സിൻസ് ദ സബ്സീക്വൻസ് x dash equal to x and k converges to x star, there is a natural number k which is greater than or equal to h epsilon by 2 belonging to the set n1, n2, etc. such that modulus of xk minus x star less than epsilon by 2. ഇത് ക്ലിയർ ആയോ മിസ്സിന്റെ സൗണ്ട്? ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ, ഇതെന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? അപ്പോ എക്സ് ഇതെന്താ പറഞ്ഞേക്കുന്ന ഒരു സബ്സീക്വൻസ് നമ്മൾ എടുത്തിരുന്നു, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് സ്റ്റാർ. ഉടൻ തന്നെ ഇവിടെ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്നു. ഇതെന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എൻ കെ എന്ന സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് എച്ച് എപ്സിലോണിനേക്കാൾ വലിയ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സബ്സീക്വൻസിൽ കുറച്ച് ഇന്റിജേഴ്സ് വന്നിട്ടുണ്ടാവും. ആ ഇന്റിജേഴ്സ് ആണ് n1, n2, etc. ലെറ്റ് ഇറ്റ് ബി n1, n2, etc. ഈ സബ്സീക്വൻസിൽ നമുക്കറിയാം ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. അപ്പോൾ ഈ എച്ച് എപ്സിലോൺ ബൈ 2 ഒക്കെ കടന്ന് അത് മുന്നോട്ട് പോകും. കാര്യം ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. ആ മുന്നോട്ട് പോയ ഇന്റിജേഴ്സിലെ ഏറ്റവും ചെറുത്, അതാണ് കെ. അപ്പൊ കെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സിൻസ് ദ സബ്സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ആൻഡ് കെ കൺവേർജസ് ടു എക്സ് സ്റ്റാർ, there is a natural number k which is greater than or equal to h epsilon by 2 belonging to the set n1, n2, etc. such that modulus of xk minus x star less than by 2. അതായത് എക്സ് എൻ കെ എന്ന സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ എച്ച് എപ്സിലോണിനേക്കാൾ വലിയ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഈ സീക്വൻസിൽ കുറെ ഇന്റിജേഴ്സ് വന്നിട്ടുണ്ടാവും. ആ ഇന്റിജേഴ്സിനെയാണ് നമ്മൾ n1, n2, etc. എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സീക്വൻസിൽ നമുക്കറിയാം ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. അപ്പൊ ഈ എച്ച് എപ്സിലോൺ ബൈ 2 ഒക്കെ കടന്ന് ഈ സബ്സീക്വൻസ് അങ്ങോട്ട് മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോയ ഇന്റിജേഴ്സിലെ ഏറ്റവും ചെറുത് കെ എടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. അപ്പോ എച്ച് എപ്സിലോൺ ബൈ 2നേക്കാൾ വലിയ ഏതൊരു എമ്മിനും ഈ നമ്മുടെ ഈ റിസൾട്ട് 1 കറക്റ്റ് ആണ്. കണ്ടോ? ഇപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എം ഈക്വൽ ടു കെ എന്ന് എടുത്തിരിക്കുന്നത്. എച്ച് എപ്സിലോൺ ബൈ 2നേക്കാൾ വലിയ ഏതൊരു എമ്മിനും നമ്മുടെ ഈ റിസൾട്ട് എന്താണ്? കറക്റ്റ് ആണ്. ഈ റിസൾട്ട് ട്രൂ ആണ്. സോ ഇൻ പെർട്ടിക്കുലർ വി ക്യാൻ അസ്യൂം എം ഈക്വൽ ടു കെ ചൂസ് ചെയ്താലും നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കറക്റ്റ് ആണ്. എം ഈക്വൽ ടു കെ, അതായത് എപ്സിലോൺ ബൈ 2 എച്ച് എപ്സിലോൺ ബൈ 2നേക്കാൾ ഏതൊരു വലിയ എം നമുക്ക് എടുത്താലും നമുക്ക് ഇത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എമ്മിന് പകരം കെ ചൂസ് ചെയ്താലും നമ്മുടെ ഈ റിസൾട്ട് 1 കറക്റ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ ബൈ 2. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി. നമുക്ക് ആവശ്യം വേണ്ടിയിരുന്നത് ഒന്ന് ഇതായിരുന്നു, മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും ആയിരുന്നു വേണ്ടിയിരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജന്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം എടുത്തിരുന്നു എക്സ് എന്ന് പറയുന്ന സീക്വൻസിന് ഒരു സബ് സീക്വൻസ് ഉണ്ട്. ആ സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എക്സ് സ്റ്റാർ എന്നാണ്. നമുക്കറിയാം ഒരു സീക്വൻസിന് എത്ര സബ് സീക്വൻസ് ഉണ്ടോ ആ സബ് സീക്വൻസുകൾ എല്ലാം കൺവേർജ് ചെയ്യുന്ന അതേ പോയിന്റിലായിരിക്കും നമ്മുടെ മദർ സീക്വൻസും കൺവേർജ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ എക്സിന്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ്. എക്സ് ഡാഷ് എക്സ് സ്റ്റാറിലോട്ടാണ് കൺവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ മദർ സീക്വൻസ് ആയ എക്സും എന്തിലോട്ടേ കൺവേർജ് ചെയ്യുള്ളൂ? എക്സ് സ്റ്റാർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം മോഡുലസ് ഓഫ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പോ അതായത് ഏതൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങള്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, മോഡുലസ് ഓഫ് എന്താ പറയുക എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ ബൈ 2 മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാറിനെ നമുക്ക് എന്ത് എഴുതാം? ഞാനിവിടെ ഒരു എക്സ് കെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒരു ചേഞ്ചും ഇല്ല.
ഉടൻ തന്നെ നമുക്ക് ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഓഫ് ദ ഫോർ മോഡുലസ് ഓഫ് എ പ്ലസ് ബി. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണെന്നറിയാം. കണ്ടോ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത്. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ നമുക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അതുപോലെ മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാറും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ epsilon by 2 plus epsilon by 2, which is equal to epsilon. And epsilon is an arbitrary. We can find that limit of xn, limit of sequence xn or limit of capital letter X equal to x star. So our sequence X is convergent. Clear ayo? Pinne missinte sound break ayo? illa miss. Okay. അപ്പോൾ ഈ തിയറം ഒന്ന് എങ്ങനെ എളുപ്പത്തിൽ ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ തിയറം എങ്ങനെ നമുക്ക് ചുരുക്കി പറയാം? കോൺവേഴ്സ് പാർട്ട് മാത്രം പറഞ്ഞാൽ മതി. കാര്യം നെസസറി പാർട്ട് ഓൾറെഡി നമ്മൾ ലെമ്മ 1 പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ കോൺവേഴ്സ് പാർട്ട് നമുക്ക് എങ്ങനെയാ ചുരുക്കി പറയുന്നത്? എക്സ് കോഷിയാണ്. കോഷിയാണെങ്കിൽ അത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. ആ സബ്സീക്വൻസിനെ നമ്മൾ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും. ആ എക്സ് ഡാഷ് സ്മോൾ ലെറ്റർ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യും. അവിടെ കൺവേർജന്റ് ഡെഫിനിഷൻ, അവിടെ നമ്മൾ കൺവേർജന്റിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. നമ്മുടെ ഒറിജിനൽ സീക്വൻസ് ഇതാണ്. കണ്ട, നമ്മുടെ ഒറിജിനൽ സീക്വൻസിൽ നമ്മൾ കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് എമ്മിന് പർട്ടിക്കുലർ വാല്യൂ കെ, കൺവേർജൻസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ യൂസ് ചെയ്ത കെ ഉണ്ടല്ലോ, കൺവേർജൻസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ യൂസ് ചെയ്ത കെ എമ്മിന് പകരം നമ്മൾ ആ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കോഷി സീക്വൻസ് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്തു എന്ന് കിട്ടുന്നത്. ക്ലിയർ? നമ്മള് കോഷി സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്, കൺവേർജൻസ് സബ്സീക്വൻസ് ഉണ്ട്, അത് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യും. അവിടെ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ കൊടുത്തു. ഒറിജിനൽ സീക്വൻസിൽ കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ കൊടുത്തു. എന്നിട്ട് എമ്മിന് കെ എന്നുള്ള വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ സീക്വൻസ് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്തു എന്ന് നമ്മൾക്ക് കിട്ടി. മനസ്സിലായോ ഈ തിയറം? ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. സ്ലൈഡ് ക്ലിയർ ആണോ? സ്ലൈഡ് ക്ലിയർ ആണോ? എന്തോ? ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ. ഓക്കെ, ഫൈൻ. ഇതാണ് കേട്ടോ നമ്മുടെ തിയറം. നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഞാൻ ആ പ്രോബ്ലം വായിക്കാം. പ്രോബ്ലം ശരിക്കും ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. പ്രോബ്ലം നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി ഡിഫൈൻഡ് ബൈ x1 equal to 1, x2 equal to 2, and xn equal to half of xn minus 2 plus xn minus 1 for n greater than 2. ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷെ ഇത്രയും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഷോ ദാറ്റ് എക്സ് കൺവേർജസ് ആൻഡ് ലിമിറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു 5/3 അല്ലെങ്കിൽ ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എക്സ്. ഇങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഷോ ദാറ്റ് this sequence converges and find its limit എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാം xn എന്ന് പറയുന്നത്. കണ്ടോ, xn നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? xn എന്ന് പറയുന്നത് എന്താ? xn എന്താ പറഞ്ഞേക്കുന്നത്? ഹാഫ് ഓഫ് xn മൈനസ് 2 പ്ലസ് xn മൈനസ് 1. ഹാഫ് ഓഫ് xn പ്ലസ് xn മൈനസ് 2 പ്ലസ് xn മൈനസ് 1. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണ്. എക്സൻ എന്ന് പറയുന്നത് തൊട്ടു മുമ്പുള്ള രണ്ട് ടേംസിന്റെ ആവറേജ് ആണ്. എക്സൻ എന്ന് പറയുന്നത് തൊട്ടു മുന്നേ ഉള്ള എക്സന്റെ തൊട്ടു മുന്നേ ഉള്ള രണ്ട് നമ്പേഴ്സ് ആണ് xn മൈനസ് 1ഉം xn മൈനസ് 2. അപ്പോൾ xn എന്ന് പറയുന്നത് തൊട്ടു മുന്നേ ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് ആണ്. ആര്? നമ്മുടെ xn എന്ന് പറയുന്നത്. തൊട്ടു മുന്നേ ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് xn. അപ്പോൾ അതായത് അപ്പോൾ നമുക്ക് x3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? x3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x3യുടെ തൊട്ട് മുന്നേ ഉള്ള രണ്ട് പേരാണ് x1ഉം x2. അപ്പൊ x3 എന്ന് പറയുന്നത് x1 പ്ലസ് x2/2 ആണ്. x4 എന്ന് പറയുന്നത് x2 പ്ലസ് x3/2 ആണ്. x5 എന്ന് പറയുന്നത് x3 പ്ലസ് x4/2. അങ്ങനെ പോകുന്ന ഒരു ഐട്രേറ്റീവ് സീക്വൻസ് ആണ് നമ്മുടെ xn.
മനസ്സിലായോ? തൊട്ട് മുന്നേ ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് ഇങ്ങനെ പോകുന്ന ഒരു ഐട്രേറ്റീവ് സീക്വൻസ് ആണ് നമ്മുടെ XN. അപ്പോ ഇത് നമുക്ക് ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കാണിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ മൊണോട്ടോൺ സീക്വൻസിന്റെ സെക്ഷനിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ മൊണോട്ടോൺ സീക്വൻസിന്റെ സെക്ഷനിൽ നമ്മൾ ബൗണ്ടഡ് സീക്വൻസുകൾക്ക് ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് ഉണ്ടായിരുന്നു. ബൗണ്ടഡ് സീക്വൻസുകൾക്ക് ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് എന്തായിരുന്നു? നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? മൊണോട്ടോൺ ആണ്, ദാറ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ് ആണ്, അപ്പൊ കൺവേർജന്റ് ആണ്. ഇങ്ങനെയായിരുന്നു നമ്മൾ. മൊണോട്ടോൺ, ബൗണ്ടഡ്നെസ്, ദെൻ കൺവേർജ്, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ഈ സീക്വൻസ് നമുക്ക് ബൗണ്ടഡ് ആണെന്ന് കാണിക്കാം. നമുക്ക് ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കാണിക്കാം. പക്ഷെ നമ്മുടെ സീക്വൻസ് മൊണോട്ടോൺ അല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സീക്വൻസ് മൊണോട്ടോൺ അല്ലാത്തത്? നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ X1 1 ആണ്, X2 2 ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇൻക്രീസിങ് സീക്വൻസ് ആണോ എന്ന് നോക്കും. നിങ്ങളൊന്ന് X3 ഒന്ന് നോക്കിക്കേ. X3 ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. X3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X1ന്റെയും X2ന്റെയും ആവറേജ് ആണ്. അതായത് 1 + 2/2, ദാറ്റ് ഇസ് 3/2. അപ്പൊ എങ്ങനെയാണ് അപ്പൊ പറയുന്നത്? അപ്പൊ ഈ സീക്വൻസ് ശരിക്കും ആവറേജ് ചെയ്താണ് പോകുന്നത്. അതായത് ഈ സീക്വൻസ് ആവറേജ് ചെയ്താണ് പോകുന്നത്. രണ്ട് ടേംസിന്റെ ആവറേജ് എന്നത് ആ രണ്ട് ടേംസിന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പൊ X3 എന്ന് പറയുന്നത് X1ന്റെയും X2ന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. മനസ്സിലായോ? അതുപോലെ 3/2 എന്നത് കണ്ടോ, 1ന്റെയും 2ന്റെയും ഇടയ്ക്കാണ്. അതുപോലെ X3 എന്നുള്ളത് X1ന്റെയും X2ന്റെയും ഇടയ്ക്കാണ്. അതുപോലെ X4 എന്ന് പറയുന്നത് X2ന്റെയും X3യുടെയും ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണ്, ഈ സീക്വൻസ് മൊണോട്ടോൺ അല്ല. ഇത് ഇൻക്രീസിങ് സീക്വൻസും അല്ല, ഡിക്രീസിങ് സീക്വൻസും അല്ല. അപ്പൊ നമുക്ക് നമ്മളെ മൊണോട്ടോൺ സെക്ഷനിൽ യൂസ് ചെയ്ത ഒരു സ്റ്റൈൽ നമുക്ക് പറ്റില്ല. മൊണോട്ടോൺ സീക്വൻസിൽ മൊണോട്ടോൺ, ബൗണ്ടഡ്നെസ്, കൺവേർജൻസ്. കാര്യം നമ്മുടെ ഈ ഐട്രേറ്റീവ് സീക്വൻസ് മൊണോട്ടോൺ അല്ല. ഈ ഐട്രേറ്റീവ് സീക്വൻസ് മൊണോട്ടോൺ അല്ല. അപ്പോ ഈ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ടേംസ് വലുതായും ചെറുതായും ആയിക്കൊണ്ടിരിക്കുക. ചിലത് വലുതും പിന്നെ ചെറുതാവും പിന്നെ വലുതാവും. അപ്പോ ഇത് മൊണോട്ടോൺ സീക്വൻസ് അല്ല, അതായത് ബൗണ്ടഡ് ആണ് കേട്ടോ, പക്ഷെ മൊണോട്ടോൺ അല്ല. അപ്പോ നമ്മൾക്ക് നേരിട്ട് കൺവേർജന്റ് ആണെന്ന് പറയാൻ ഒക്കെയല്ല. കാര്യം മൊണോട്ടോണും കൂടെ ആണെങ്കിലല്ലേ നമുക്ക് കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ഇൻഡക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കൺവേർജന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതാണ്ടോ ഇവിടെ നമ്മൾ കൺവേർജന്റ് ആണെന്ന് പറയുന്നത്. അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, മിസ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ നമുക്ക് ആദ്യം പറയുന്നത് ബൗണ്ടഡ് ആണെന്നാണ്. ബൗണ്ടഡ് ആണ് കാര്യം എന്താണ്? ദാറ്റ് ലൈസ് ബിറ്റ്വീൻ 1 and 2. എന്താ കാരണം? ലൈസ് ബിറ്റ്വീൻ, ഈ XN ലൈസ് ബിറ്റ്വീൻ 1 and 2. എന്താ കാരണം? നമുക്ക് പ്രൂവ് ചെയ്യാലോ. X1 = 1, X2 = 2, right? And X3 lies between 1 and 2. That is X3 lies between X1 and X2. ഇനി നമ്മൾ XKയും XK+1 എടുത്തു കഴിഞ്ഞാൽ, XKയും XK+1 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം XK lies between XK-1 and XK-2. XK lies between XK-1 and XK-2. അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡിൽ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? സപ്പോസ് XK ലൈസ് ബിറ്റ്വീൻ 1 and 2. സപ്പോസ് XK ലൈസ് ബിറ്റ്വീൻ 1 and 2. എന്നിട്ട് നമ്മൾ K+1 നമ്മൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ XK+1 എന്നത് ആർക്കും ഇടയ്ക്കായിരിക്കും. XK+1 എന്നത് XKക്കും XK-1 ഇടയിലാണ് XK+1. അപ്പോ നമുക്കറിയാം XK1നും 2നും ഇടയിലാണ്, SK-1 1നും 2നും ഇടയിലാണ്. സോ അതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും ആര്? XK+1. So XK+1 is also lies between 1 and 2. So by mathematical induction, XN lies between 1 and 2. So the sequence XN bounded ആണ്, അത് 1നും 2നും ഇടയിലാണ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് കൺവേർജൻസ് പ്രൂവ് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ 1നും 2നും ഇടയിലാണ്. അപ്പം ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ്, പക്ഷെ അത് 1നും 2നും ഇടയിലാണ്, പക്ഷെ മൊണോട്ടോൺ അല്ല. അപ്പൊ നമുക്ക് മൊണോട്ടോൺ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് വീണ്ടും നമുക്ക് കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ കോഷി സീക്വൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ പെട്ടെന്നായിരുന്നെങ്കിൽ ഇത് മൊണോട്ടോണും കൂടെ ആയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇപ്പൊ നമുക്കിത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി, ആ ബൗണ്ടഡ് സീക്വൻസ് 1നും 2നും ഇടയിലാണെന്ന് കിട്ടി, പക്ഷെ കൺവേർജന്റ് അല്ല. അവിടെയാണ് നമ്മുടെ കോഷി സീക്വൻസിന്റെ ഇമ്പോർട്ടൻസ്. അവിടെയാണ് നാം കോഷി സീക്വൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാ കോഷി സീക്വൻസിന്റെ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം.
നമ്മൾക്ക് ഇപ്പൊ ഇവിടെ അവർ ഒറ്റയടിക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു 1/2 അപ്പൊ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഇത് എങ്ങനെയാ വരിക? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യമേ മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് നോക്കിക്കേ. മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 2, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -1, ദാറ്റ് ഈസ് 1. ഓക്കെ, 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഈക്വൽ ടു 1/2 നോ ചേഞ്ച്. നൗ അടുത്ത രണ്ടെണ്ണം എടുത്തേ. മോഡുലസ് ഓഫ് x2 മൈനസ് x3 എടുത്തേ. മോഡുലസ് ഓഫ് x2 മൈനസ് x3, x2 2 ആണ്, x3 3/2 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് 2 മൈനസ് 3/2 ദാറ്റ് ഈസ് 1/2. അപ്പോ ദാറ്റ് ഈസ് 1/2 മോഡുലസ് ഓഫ് x1 മൈനസ് x2 1/2 മോഡുലസ് ഓഫ് x2 മൈനസ് x3 1/2 നൗ മോഡുലസ് ഓഫ് x3 മൈനസ് x4, x3 3/2 ആണ്, x4 7/4 ആണ്. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും x4 7/4 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് 3/2 മൈനസ് 7/4 ഇസ് മോഡുലസ് ഓഫ് 1/4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2². അപ്പോ ജനറൽ ആയിട്ട് അങ്ങനെയാണ് കിട്ടിയത്. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Therefore, മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 എന്ത് വരും? 1/2n-1 ഫോർ n എലമെന്റ് ഓഫ് n. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്ക് xn-ഉം xm-ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് നമുക്ക് xn-ഉം xm-ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ xn-ന്റെയും xm-ന്റെയും ഇടയില് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആവശ്യമുള്ള ടേംസ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഷി സീക്വൻസ് എന്നാണ്. കോഷി സീക്വൻസ് ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കൺവേർജന്റ് ആണെന്ന് എഴുതാം. അതേ ഇനി ഒരു മാർഗമുള്ളൂ. നമുക്ക് കോഷി സീക്വൻസ് കൂടെ മാത്രമേ നമുക്ക് ഇനി കൺവേർജൻസിലേക്ക് എത്താൻ പറ്റൂ. കാര്യം നമ്മുടെ സീക്വൻസ് മോണോട്ടോൺ അല്ല. അപ്പോ ഞാൻ കോഷി സീക്വൻസിന്റെ മോഡുലസ് ഓഫ് xn മൈനസ് xm എടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? നമുക്ക് ആവശ്യമുള്ള ടേംസുകൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോ ഇവിടെ എഴുതുന്നത് ഇത് അടുത്ത സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് xn മൈനസ് xm ഈക്വൽ ടു മോഡുലസ് ഓഫ് xn. ഞാനൊരു മൈനസ് xn പ്ലസ് 1 ആഡ് ചെയ്തു, മൈനസ് ചെയ്തു, xn പ്ലസ് 1 ആഡ് ചെയ്തു. വീണ്ടും മൈനസ് xn പ്ലസ് 2 ആഡ് ചെയ്തു, എടുത്തു, പ്ലസ് xn പ്ലസ് 2 എഴുതി. അങ്ങനെ ഒരു മൈനസ് xm മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് xm മൈനസ് 1 ഉണ്ട്, പിന്നെ ലാസ്റ്റ് ടേം മൈനസ് xm ഉണ്ട്. ടെക്സ്റ്റില് ഇത് വളരെ ഒബ്വിയസ് ആയതുകൊണ്ട് ഇതിനെ അങ്ങ് അടുത്ത സ്റ്റെപ്പിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ അതിനെ ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് xm മൈനസ് 1 മൈനസ് xm. അതായത് ഈ xn-ന്റെ xm-ന്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറെ ടേംസ് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത ടേമാണ് മൈനസ് xn പ്ലസ് 1 പ്ലസ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 പ്ലസ് xn പ്ലസ് 2 മൈനസ് xm മൈനസ് 1 പ്ലസ് xm മൈനസ് 1. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/2n-1. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 എന്തായിരിക്കും? 1/2n. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് xm മൈനസ് 1 മൈനസ് xm എന്തായിരിക്കും? പ്ലസ് എക്സെട്ര 1/2n-2. അപ്പൊ ഇവിടുന്ന് ഇത്രയും ടേംസിൽ നിന്ന് ഞാൻ 1/2n-1 ടേം കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ആരൊക്കെയുണ്ട്? പിന്നെ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 1/2 എക്സെട്ര, ഇവിടെ നിന്ന് n-1 ആണ് വെളിയിലെടുത്തത്. അപ്പോ ഇവിടെ നോക്കിക്കേ, n-1 വെളിയിൽ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു മൈനസ് n-ഉം പ്ലസ് 1-ഉം കൂടെ ഇടുമ്പോ ആ -2 പ്ലസ് 1 ആണ് m-n-1 എന്ന് കിട്ടുന്നത്. ഫൈൻ. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇത് ഏത് സീരീസ് ആണ്? ഈ ബ്രാക്കറ്റിലുള്ളത് ഏത് സീരീസ് ആണ്? ഇത് കിരൺ? 1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n-1 എന്ന് പറയുന്നത് അത് ഏത് സീരീസ് ആണ്? ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ഇത് ഏത് സീരീസ് ആണ്? ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ കോമൺ റേഷ്യോ 1/2 ആണ്. ഇതിന്റെ കോമൺ റേഷ്യോ 1/2 ആണ്. അതുപോലെ നമുക്കറിയാം ഈ GP-യില് m-n-1 ടേംസും ഉണ്ട്. ഈ GP-യില് m-n-1 ടേംസും ഉണ്ട്. അപ്പോ ഈ GP-യുടെ സം, ഇതിന്റെ സം നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കോമൺ റേഷ്യോ 1-നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുന്നത്? a into 1 minus r raised to n by 1 minus r. Here a equal to 1 into
1 minus r equal to 1 by 2, 1 minus 1 by 2 raised to m minus n plus 1 by 1 minus r by 1 minus 2. അപ്പൊ by 1 minus 1 by 2 മേളിലോട്ട് വരുമ്പോ 2 ആവും. അപ്പൊ 2 into സം ടേംസ് വരും, 2 into സം ടേം. ഓക്കെ, ഒരു 2 കൂടെ വരും. അപ്പൊ നമുക്ക് 2 എന്ന് പറയുമ്പോൾ അതിനെ സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ 2 into സംതിങ് ആണ്. അപ്പൊ ഇവിടെ 1 by 2 raised which is strictly less than 1 by 2 raised to n minus 1 into 2. കാര്യം ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1 by 2 raised to n minus 1 ഈ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് which is strictly less than 2 ആണ്. strictly less than 2. അപ്പൊ 2 by 1 by 2 raised to n minus 1. 2 by 1 by 2 raised to n minus 1 is 1 by 2 raised to n minus 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ 1 by 2 raised to n minus 2. ഇത് കിട്ടിയത് മനസ്സിലായോ? ഇവിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ സം എന്ന് പറയുന്നത് 2 into നിങ്ങൾക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 2 into 1 minus 1 by 2 the whole raised to m minus n plus 1 ആണ്. m minus n minus 1 ആണ്. അപ്പോൾ നമുക്ക് അതിനപ്പം എന്ത് എഴുതാം? നമുക്ക് ആ ബാക്കി ടേം ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ലെസ് ദാൻ 1 by 2 raised to n minus 1 into 2. അതിനെയാണ് നമ്മൾ 1 by 2 raised to n minus 2 എന്ന് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ നമ്മൾക്ക് എന്ത് പറയാം? നമ്മൾക്ക് അപ്പോൾ നമുക്ക് ഈ ടേം ഈ ജോമെട്രി പ്രോഗ്രഷൻ ലെസ് ദാൻ 2 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ സീക്വൻസ് മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ 1 by 2 raised to n minus 2 എന്ന് കിട്ടും. അപ്പോ ഈ 1 by 2 raised to n minus 2 എന്ന സീക്വൻസ് നമുക്ക് വളരെ ക്ലിയർ ആണ്. സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ്. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ 1 by 2 raised to n minus 2 എന്ന് പറയുന്നത് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏത് എപ്സിലോൺ തന്നാലും അതിനേക്കാൾ ചെറുതാണ് 1 by 2 raised to n minus 2 എന്ന രീതിയിൽ നമുക്ക് എന്നിനെ ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെ? ഏത് എപ്സിലോൺ എടുത്താലും അതിനേക്കാൾ ചെറുതാണ് 1 by 2 raised to n minus 2 എന്ന രീതിയിൽ നമുക്ക് ആര് ചൂസ് ചെയ്യാൻ പറ്റും? എന്നിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ എപ്സിലോൺ. അപ്പോ നമുക്ക് എന്ത് പറയാം? അവർ സീക്വൻസ് xn ഈസ് എ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് ആണെങ്കിൽ നമ്മുടെ കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? അവർ സീക്വൻസ് xn ഈസ് കൺവേർജന്റ്. നമ്മുടെ xn ഈസ് ഒരു കൺവേർജന്റ് സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. നമ്മുടെ ഈ ഐട്രേറ്റീവ് സീക്വൻസ് കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഈ സീക്വൻസ് കോഷി സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ഇത് ഏത് പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യണമെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഏത് സീക്വൻസ്? അപ്പൊ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5/3 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. മൊണോട്ടോൺ അല്ലെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കോഷി ക്രൈറ്റീരിയ. അങ്ങനെ കോഷി ക്രൈറ്റീരിയ വെച്ച് ഈ സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് x ഈക്വൽ ടു xn എന്ന സീക്വൻസിന്റെ ലിമിറ്റും കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ചെയ്യും? ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? x ഈക്വൽ ടു xn എന്ന സീക്വൻസിന്റെ ഒരു സബ് സീക്വൻസ് എടുക്കും. എന്നിട്ട് ആ സബ് സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. ആ ലിമിറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ മദർ സീക്വൻസിന്റെ ലിമിറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എക്സിന്റെ ഒരു സബ് സീക്വൻസ് എടുത്തു. ഇതാണ് എക്സ് ഡാഷ്. എന്നിട്ട് ആ സബ് സീക്വൻസ് എടുത്തേക്കുന്നുണ്ട്. ഇതാണ് സബ് സീക്വൻസ് x2n+1. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു ഓഡ് ഇൻഡെക്സ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കണ്ട, അതിന്റെ ഓഡ് ഇൻഡെക്സ് മാത്രമുള്ള ഒരു സബ് സീക്വൻസ് എടുത്തിരിക്കുകയാണ്. 1 + 1/2 + 1/2³ + എക്സെട്ര 1 by 2 raised to n minus 1. ഈ 1 ഇവിടെ കിടന്നോട്ടെ. ഈ 1/2 മുതൽ 1 by 2 raised to n minus 1 വരെയുള്ള ടേംസ് നോക്കിക്കേ. 1/2 മുതൽ ഇത് വീണ്ടും ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ 1/2² ആണ്. 1/2². അപ്പോ നമുക്ക് ഇത്രയും 1/2 മുതൽ 1 by 2 raised to n minus വരെയുള്ള ജോമെട്രിക് പ്രോഗ്രഷന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം കണ്ടുപിടിക്കാം. സം നേരത്തെ അതേ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a എന്ന് പറയുന്ന 1/2 ആണ്. a into 1 minus r, 1 minus 1/4 the whole raised to n
ബൈ 1 മൈനസ് ആർ ബൈ 1 മൈനസ് 1/4. അതാണ് നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 2/3 ഇൻറ്റു 1 മൈനസ് 1/4 അപ്പൊ നമുക്കറിയാം n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 മൈനസ് 1/4 സീറോയിലോട്ട് പോകും. അല്ല സോറി 1/4 സീറോയിലോട്ട് പോകും. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/4 സീറോയിലോട്ട് പോകും. അപ്പൊ പിന്നെ മിസ് ഇവിടെ ആരുണ്ട്? 1 + 2/3 മാത്രമേ ഉള്ളൂ. 1 + 2/3 എന്ന് പറയുന്ന ആരാണ്? 5/3. അപ്പോ നമ്മുടെ x എന്ന് പറയുന്ന സീക്വൻസിന്റെ സബ്സീക്വൻസ് ആയ x ഡാഷ് 5/3 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. 5/3 x ഡാഷ് 5/3യിലേക്കാണ് കൺവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഒറിജിനൽ സീക്വൻസും എന്തിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്? 5/3യിലേക്ക് തന്നെ ആയിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മിസ്സേ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ഇതുപോലെ തന്നെ ലെറ്റ് y equal to yn be a sequence of real numbers given by y1 equal to ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ് 1/1 factorial, y2 is 1/1 factorial minus 1/2 factorial etc. yn equal to 1/1 factorial minus 1/2 factorial plus etc. plus minus 1 the whole raised to n plus 1 by n factorial. ഇവിടത്തെയും ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഷോ ദാറ്റ് yn converges and find the limit of yn. Find the limit of sequence yn or find the limit of capital letter yn. ഇവിടത്തെയും സീക്വൻസ് ഒക്കെ ടേംസ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ആദ്യത്തെ ടേം, ഇവിടുത്തെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1/1 factorial, that is 1. സെക്കൻഡ് ടേം 1/1 factorial minus 1/2 factorial. തേർഡ് ടേം വന്നിട്ട് 1/1 factorial minus 1/2 factorial plus 1/3 factorial ആയിരിക്കും. റൈറ്റ്? അപ്പൊ nth ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ nth ടേമിന്റെ ഈ സൈൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഓഡ് ടേം വരുമ്പോൾ ഇവിടെ പോസിറ്റീവും കണ്ട, ഡിനോമിനേറ്റർ 2 ഫാക്ടോറിയൽ ഈവൺ വരുമ്പോൾ നെഗറ്റീവും ആണ്. അപ്പോ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? നമ്മൾക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഇവിടെ nth ടേമിന്റെ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് ഉറപ്പാണ് n ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള ഒരു കാര്യം മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഈവണിലൊക്കെ മൈനസും ആയിരിക്കും, ഓഡിലൊക്കെ പോസിറ്റീവും ആണ് അവിടെ വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ yn നമ്മൾ എങ്ങനെ എഴുതിയത്? yn നമുക്ക് എങ്ങനെ കിട്ടും? 1/1 factorial minus 1/2 factorial plus etc. plus minus 1 the whole raised to n plus 1 by n factorial എന്ന് എഴുതുന്നത്. ഈ സീക്വൻസ് മോണോട്ടോൺ ആണോ? ഈ സീക്വൻസ് മോണോട്ടോൺ ആണോ? ആണോ ഗോപിക? ഈ സീക്വൻസ് മോണോട്ടോൺ ആണോ? അതെ മിസ്സേ. ഈ സീക്വൻസ് മോണോട്ടോൺ ആണോ? ഒന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ അതെ ആയത്? ആദ്യത്തെ ടേം എന്താണ്? 1 ആണ്. രണ്ടാമത്തെ ടേം വന്നിട്ട് പറയൂ. രണ്ടാമത്തെ ടേം 1 മൈനസ് 1/2. 1 മൈനസ് 1/2 ദാറ്റ് ഇസ് 1/2. അപ്പൊ ആദ്യം 1 പിന്നെ 1/2. അപ്പം അടുത്തതും ചെറുതായി ചെറുതായി പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പൊ മൂന്നാമത്തെ ടേമോ y3 എന്താണ്? y3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിനോട് കൂടി 1/3 ഫാക്ടോറിയൽ ആഡ് ചെയ്യണം. രണ്ടാമത്തെ ടേമിനോട് കൂടി 1/3 ഫാക്ടോറിയൽ ആഡ് ചെയ്യണം. അപ്പൊ പിന്നെ എങ്ങനെയാ അത് ചെറുതാവുന്നേ? എന്താണ് ഗോപിക ഈ പറയണത്? മൊണോട്ടോൺ എന്താണെന്ന് അറിയാമോ? എന്താണ് മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്താ മൊണോട്ടോൺ? അപ്പൊ ഈ സീക്വൻസ് മൊണോട്ടോൺ ആണോ? അല്ല. കാര്യം ഫസ്റ്റ് ടേമിനേക്കാൾ ചെറുതാണ് സെക്കൻഡ് ടേം. തേർഡ് ടേമിന്റെ കൂടെ, തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു 1/3 ഫാക്ടോറിയൽ കൂടുതലുണ്ട്. 1/3 ഫാക്ടോറിയൽ കൂടുതലുണ്ട്. അപ്പൊ ആക്ച്വലി ഇവിടെ നമുക്ക് വരുന്നത് y1 ഗ്രേറ്റർ ദാൻ y2, y2 ലെസ് ദാൻ y3, y3 ഗ്രേറ്റർ ദാൻ y4 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെയും ബൗണ്ടഡ് ആണെന്ന് കാണിച്ചിട്ട് കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ ഇവിടെയും നമുക്ക് ഒരു സാധ്യതയില്ല. കാര്യം ഇവിടെയും നമ്മുടെ സീക്വൻസ് മൊണോട്ടോൺ അല്ല. അപ്പോൾ ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെയും നമ്മൾ ചെയ്യുന്നത് കോഷി ക്രൈറ്റീരിയ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ കോഷി ക്രൈറ്റീരിയ നമുക്ക് മാർഗമുള്ളൂ. നമ്മൾക്ക്
പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ നിങ്ങൾ തോന്നും കോഷി ക്രൈറ്റീരിയ നമ്മൾ ഇപ്പൊ എഴുതുന്നത് yn മൈനസ് ym എന്നല്ലേ, എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ xn മൈനസ് xm എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ym മൈനസ് yn, ദാറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ അതെന്തായാലും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ym മൈനസ് yn എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ymൽ നിന്ന് yn സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി പിന്നെ എവിടെ മുതലേ ഉള്ളൂ? n+1 മുതൽ m വരെയുള്ള ടേംസേ ഉള്ളൂ. n+1 മുതൽ m വരെയുള്ള ടേംസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്, മനസ്സിലായോ നിങ്ങൾക്കിത്? കാരണം ym മൈനസ് yn എന്ന് പറയുമ്പോൾ n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി n+1 മുതൽ m വരെയുള്ള ടേംസ് ഈ ym മൈനസ് yn ഉണ്ടാവും. അതാണ് ഈ എഴുതിയേക്കുന്നത് -1 the whole raised to n+2 by n+1 factorial plus -1 the whole raised to n+3. കണ്ടോ, yn എന്ന് പറയുന്നത് ഇവിടെയല്ല yn. അപ്പൊ അടുത്ത yn+1 നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതാണ് yn-ന്റെ ലാസ്റ്റ് ടേം. അപ്പൊ ബാക്കി വരുന്നത് എങ്ങനെയാ? -1 raised to 1 n+2 by n+1 factorial plus -1 the whole raised to n+3 by n+2 factorial plus etc plus -1 the whole raised to m+1 by m factorial. അപ്പോൾ ഇവിടെയും നമ്മള് നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, ഈ 2 raised to n എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം അറിയാം. ഒരു മിനിറ്റ്, നമുക്കൊരു കാര്യം അറിയാം. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ 2 raised to ഈ n എന്ന് പറയുന്നത് 2 raised to n എന്ന് പറയുന്നത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഈ n+1 ഫാക്ടോറിയൽ ഒക്കെ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 2 raised to n എന്ന് പറയുന്നത് 2 raised to n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, മിസ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 2 raised to n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ഫാക്ടോറിയൽ ആണ്. 2 raised to n is less than or equal to n+1 ഫാക്ടോറിയൽ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, നമുക്കറിയാം 2 raised to n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ 1/2 raised to n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n+1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? 1/n+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1+n+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 1/2 raised to n ആണ്. 1/2 raised to n ആണെന്ന് നമുക്കറിയാം. അപ്പോ നമുക്ക് ഇവിടെ 1/n+1 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 raised to n ആണ്. അപ്പോ നമുക്ക് ഓരോന്നിനെയും നമുക്ക് 1/2 raised to n വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാലോ. അപ്പോ നമ്മൾക്ക് ഇനി ഞാൻ മോഡുലസ് എടുത്തു. ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ ഇവിടെയും മോഡുലസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ 1 വന്നേ? ഈ മോഡുലസ് ഓഫ് ഇത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അപ്പൊ എന്തെടുത്താലും ഈ ന്യൂമറേറ്റർ എന്തായാലും 1 ആണ് മോഡുലസിനകത്തായതുകൊണ്ട്. അപ്പൊ നമുക്ക് 1/ മോഡുലസ് എടുത്തു. മോഡുലസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉടൻ തന്നെ നമ്മൾ അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എന്തെഴുതാം? നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/n+1 ഫാക്ടോറിയൽ പ്ലസ് 1/n+2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1/m ഫാക്ടോറിയൽ. ഈ 1/n ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? 1/2 raised to n. അപ്പൊ ദിസ് ഈസ് 1/2 raised to n. അപ്പൊ 1/n+2 എന്ന് പറയുന്ന 1/2 raised to n+1 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 raised to m-1. ഇതിപ്പോ നേരത്തെ ചെയ്ത പോലെ ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലം ചെയ്തിരുന്നു. ഇത് എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ 1/2 raised to n വെളിയിൽ എടുക്കുവാണെങ്കിൽ ബാക്കിയുള്ളത് ഒരു GP ആണ്. ആ GP is always less than 2. അപ്പൊ ആ 2/, നമ്മൾ ഇവിടുന്ന് വെളിയിലെടുത്ത 1/2 raised to n കൂടെ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ നമ്മൾ ചെയ്തതാണ് 1/2 raised to n-1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? മോഡുലസ് ഓഫ് ym മൈനസ് yn ലെസ് ദാൻ 1/2 raised to n-1. ആസ് n tends to infinity 1/2 raised to n-1 tends to 0. അപ്പോ ഏത് എപ്സിലോൺ തന്നാലും 1/2 raised to n-1നെ എപ്സിലോണിനേക്കാൾ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പൊ അതിലും ചെറുതാണ് ആര്? നമ്മുടെ അതിലും വിച്ച് ഈസ് ym മൈനസ് yn വിച്ച് ഈസ് ലെസ് ദാൻ 1/2 raised to n-1 ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ അതിലും ചെറുതാണ്
നമ്മുടെ ym മൈനസ് yn. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ym മൈനസ് yn ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ym ഈസ് എ കോഷി സീക്വൻസ്. ym കോഷി സീക്വൻസ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ym നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് സീക്വൻസ് ആണ് എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇത് കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്നും ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിന്റെ മെത്തേഡ് വെറുതെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മിസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടു എത്ര ഡെസിമൽ പ്ലേസ് വേണം എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പൊ നമ്മള് ഇതിന്റെ ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് y1 ഈക്വൽ ടു y1, y2 ഈക്വൽ ടു 1/2, y3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? 1 മൈനസ് 1/2 പ്ലസ് 1/6, ദാറ്റ് ഈസ് 5/6. ഇങ്ങനെ അതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ എടുക്കാം. ഇതിന്റെ എല്ലാം ഡെസിമൽ റെപ്രസെന്റേഷൻ എടുക്കാം. അങ്ങനെ ഐട്രേറ്റീവ് ആയിട്ട് ഇതിന്റെ ടേംസ് കണ്ടുപിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എത്ര ആക്യുറസി വേണം എന്നതനുസരിച്ച്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ഡെസിമൽ പ്ലേസിന്റെ ആക്യുറസി മതി ലിമിറ്റിൽ എന്നുള്ളത് മതിയെങ്കിൽ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആദ്യത്തെ 2 ടേംസും ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഈക്വൽ ആണെങ്കിൽ എന്നുള്ള സ്റ്റേജിൽ നമ്മൾ എത്തിയാൽ അതിന്റെ രണ്ടിന്റെയും ആവറേജ് കാണുമ്പോൾ വീണ്ടും ആദ്യത്തെ 2 ഡെസിമൽ പ്ലേസ് അത് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ആക്യുറസി വേണോ അത്രയും ആക്യുറസി വരെ ഐട്രേറ്റീവ് ആയിട്ട് ഈ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സീക്വൻസിന്റെ അപ്രോക്സിമേറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0.6321205559. ആക്ച്വലി ഇതൊരു നല്ല ആക്യുറസി ഉള്ള ലിമിറ്റ് ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/e ആണ്. അപ്പോ 1 മൈനസ് 1/ലേക്ക് കൺവേർജ് ചെയ്യുന്ന 1 മൈനസ് 1/e കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമ്മുടെ ഈ സീക്വൻസ്. ഇത് എക്സാക്ട്ലി 1 മൈനസ് 1/ലേക്ക് കൺവേർജ് ചെയ്യുന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത്രയും ഇല്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ തന്നെ ഒരു ഐട്രേറ്റീവ് സീക്വൻസ് ഡെഫിനിഷൻ തന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു ഐട്രേറ്റീവ് സീക്വൻസ് നിങ്ങൾക്ക് തന്നിട്ട് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ആദ്യമേ ഐട്രേറ്റീവ് ആയിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് yn-ന്റെ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങ് മുന്നോട്ട് പോവുക. അപ്പോ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എത്ര ആക്യുറസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ 2 ഡെസിമൽ പ്ലേസിന്റെ ആക്യുറസി മതി എന്നാണ് പറയുന്നതെങ്കിൽ ആ ഡെസിമൽ പ്ലേസ് കറക്റ്റ് ആവുന്ന സ്റ്റേജിൽ എത്തിയുമ്പോൾ നമുക്ക് നിർത്തിയാൽ മതി. അങ്ങനെ നമുക്ക് സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കയറിയും ഇറങ്ങിയും വരുന്ന സീക്വൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോ ഒരു സ്റ്റേജിന് ശേഷം ഇവ ലിമിറ്റിനോട് വളരെ അടുത്തായി തീരും. നമ്മുടെ ടേം എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിനോട് വളരെ അടുത്തായി തീരും. അവിടെ വെച്ചിട്ട് ഇതിന്റെ അടുത്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ 1/e ഇങ്ങനെ അങ്ങ് പറഞ്ഞിരിക്കുവാണ്, അല്ലാതെ പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നും പറഞ്ഞില്ല. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തിക്കോളാം. ഇതാണ് മൂന്നാമത്തത്. അത് ഇത്രയുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ദ സീക്വൻസ് 1/1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഡൈവേർജസ് ആണ്. കണ്ടോ? ഇപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ 1/n എന്ന് പറയുന്നത് എന്ന സീക്വൻസ് കൺവേർജന്റ് ആണ്. പക്ഷെ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇത് കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. 1/n-ന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് അല്ലേ ഇത്? 1/1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര 1/n. അപ്പോ നമുക്കറിയാം സീക്വൻസ് 1/n കൺവേർജന്റ് ആണ്. പക്ഷെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, അതായത് 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n എന്നുള്ള സീക്വൻസ് എടുത്താൽ അത് കൺവേർജന്റ് അല്ല. കണ്ടോ? അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ? ഡൈവേർജൻസ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കുമ്പോൾ 1/n കൺവേർജന്റ് ആണെങ്കിലും ദിസ് ഈസ് നോട്ട് കൺവേർജന്റ്. ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കാര്യമാണ്. അതായത് സീക്വൻസ് കൺവേർജന്റ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് ഡൈവേർജന്റ് ആയി വരുന്നതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണിത്. അപ്പൊ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സീക്വൻസ് കൺവേർജന്റ് ആണ്, പക്ഷേ അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് ഡൈവേർജന്റ് ആയി വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഇത്. നിലവില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്
nth ടൈം മാത്രമേ ഉള്ളൂ അല്ലെ? ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നിലവിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട nth ടൈം എന്താണ്? നമ്മുടെ 1/1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര. കണ്ട HN എഴുതിയിട്ടുണ്ട്. 1/1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/n ആണെങ്കിൽ നമുക്ക് ഈ സീക്വൻസ് ഡൈവേർജന്റ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഈ സീക്വൻസ് ഡൈവേർജന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോഷി സീക്വൻസ് എന്തല്ല എന്ന് കാണിച്ചാൽ മതി, കൺവേർജന്റ് അല്ല എന്ന് കാണിച്ചാൽ മതി. ഈ സീക്വൻസ് കോഷി അല്ല എന്ന് കാണിച്ചാൽ മതി. കാര്യം ഈ സീക്വൻസ് കോഷി ആണെങ്കിൽ നമുക്ക് HN എന്ന് പറയുന്നത് കൺവേർജന്റ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് നിലവില് HN കൺവേർജന്റ് അല്ല എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ HN കോഷി അല്ല എന്ന് കാണിച്ചാൽ മതി അല്ലെ? അപ്പോ നിലവില് നമുക്ക് ഈ സീക്വൻസ് ഡൈവേർജന്റ് എന്നാണ് കാണിക്കാൻ. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് കോഷി അല്ല എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് എടുക്കുകയാണ് മോഡുലസ് ഓഫ് HM മൈനസ് HN. മോഡുലസ് ഓഫ് HM മൈനസ് N അല്ലെങ്കിൽ HM മൈനസ് HN. നേരത്തെ പറഞ്ഞതുപോലെ n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ടേംസ് ആണ് 1/n പ്ലസ് 1 പ്ലസ് 1/n പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/m. ബാക്കിയുള്ള ടേംസ് ഇത് നോക്കിക്കേ. ഈ ഓരോ ടേമും നമുക്കറിയാം, ഈ ഓരോ ടേമും 1/m വലുതാണ്. എന്താ കാരണം? ഈ ഓരോ ടേംസും കണ്ടോ, സിൻസ് ഓൾ ദ ടേംസ് എക്സീഡ്സ് 1/m. എന്തുകൊണ്ടാണ് ഈ ഓരോ ടേംസും 1/m വലുതാണെന്ന് പറയാൻ കാരണം? കാര്യം ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ ഫ്രാക്ഷൻ ചെറുതാകും എന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ നമുക്കറിയാം ഏറ്റവും വലിയ ആളാണ് m. അപ്പോ ഡിനോമിനേറ്റർ, ഏറ്റവും വലിയ ഡിനോമിനേറ്റർ m ആണ്. അപ്പോ 1/m ആണ് ഈ ടേമിലെ ഏറ്റവും ചെറുത്. 1/m ആണ് ഈ ടേമിലെ ഏറ്റവും ചെറുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓരോ ടേമിനെയും നമുക്ക് 1/m വെച്ചിട്ട് നമുക്ക് അങ്ങ് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 1/m വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ഈക്വൽ ടു എന്തായിട്ട് മാറും? ഈ ഈക്വൽ ടു എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ഓരോ ടേമും ആരേക്കാൾ വലുതാണ്? 1/m വലുതാണ്. എന്താ കാരണം? ഡിനോമിനേറ്റർ വലുതാവുമ്പോൾ ഫ്രാക്ഷൻ ചെറുതാവും. അപ്പോ ഇവിടെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ m ആണ്. അപ്പോ 1/m ആണ് നമ്മുടെ ഈ ടേമിലെ ഏറ്റവും ചെറുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓരോ ടേമിനെയും 1/m വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമ്മൾക്ക് ഗ്രേറ്റർ ദാൻ എന്ന് കിട്ടും. അപ്പൊ അതായത് ചെറിയ ടേം വെച്ചാണ് കേട്ടോ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഒറിജിനൽ സം എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ. അങ്ങനെ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എത്ര 1/m ടേംസ് ഉണ്ട്? 1/n പ്ലസ് 1നെ 1/m വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. 1/n പ്ലസ് 2നെ നമ്മൾ 1/m വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ എത്ര 1/m ഉണ്ട്? നമുക്കറിയാം എത്ര 1/m ഉണ്ട്. പറയാമോ എത്ര 1/m ഉണ്ട്? പറയൂ, എത്ര 1/m ഉണ്ട്? m മൈനസ് n 1/m ഉണ്ട്. HM മൈനസ് HN. അങ്ങനെ m മൈനസ് n 1/m ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? HM മൈനസ് HN ഗ്രേറ്റർ ദാൻ m മൈനസ് n ഇൻറ്റു 1/m. m മൈനസ് n ഇൻറ്റു 1/m. അപ്പൊ m വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേ m മൈനസ് n നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് n/m. 1 മൈനസ് n/m എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? HM മൈനസ് HN ഗ്രേറ്റർ ദാൻ 1 മൈനസ് n/m. അപ്പോ നമുക്കറിയാം m ആണ് ഏറ്റവും വലിയ ആള്. അപ്പൊ m-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് n-നേക്കാൾ വലിയ ഏതും ആവാം. n-നേക്കാൾ m അല്ലേ വലുത്. അപ്പൊ n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ m-ന്റെ വാല്യൂ എന്ന് പറയുന്നത് n-നേക്കാൾ വലിയ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ m-ന് നമ്മൾ 2n എന്ന് അങ്ങ് കൊടുത്തു. കാര്യം m n-നേക്കാൾ വലുതാണല്ലോ. അപ്പൊ m-ന് 2n എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? HM മൈനസ് HN ഗ്രേറ്റർ ദാൻ 1 മൈനസ് n-ന് നമ്മള് m-ന് 2n എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? n/2n. n-ഉം n-ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ 1 മൈനസ് 1/2. 1 മൈനസ് 1/2 ഈസ് 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? m-ന് 2n എന്ന് കൊടുക്കുമ്പോൾ HM എന്തായിട്ട് മാറി? H2n മൈനസ് HN ഗ്രേറ്റർ ദാൻ 1/2 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ എന്ത് പറയാം? ഇതിവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ എപ്സിലോൺ 1/2നേക്കാൾ ചെറുതായിട്ട് ചൂസ് ചെയ്താൽ കോഷി ക്രൈറ്റീരിയ, ഇവിടെ അന്ന് കിരൺ ചോദിച്ചില്ലേ അത് അങ്ങനെ എപ്സിലോൺ 3 എന്ന് ചൂസ് ചെയ്ത പ്രോബ്ലം തീർന്നില്ലേ എന്ന്. അവിടെ ഒരെണ്ണത്തിനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണിച്ചാൽ മതി. അപ്പോ ഇവിടെ നമ്മൾക്ക് 1/2നേക്കാൾ, ഇവിടെ നമ്മുടെ എപ്സിലോൺ 1/2നേക്കാൾ ചെറുതായിട്ട് ചൂസ് ചെയ്താൽ കോഷി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യില്ല. മനസ്സിലായോ? 1/2നേക്കാൾ ചെറുതായിട്ട് നമ്മുടെ എപ്സിലോൺ ചൂസ് ചെയ്താൽ നമ്മുടെ കോഷി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമോ? അതുകൊണ്ട് ഈ സീക്വൻസ് ആരല്ല? കോഷി അല്ല. കോഷി അല്ലെങ്കിൽ നമ്മുടെ സീക്വൻസ് ആരല്ല? കൺവേർജന്റ് അല്ല. കോഷി അല്ലെങ്കിൽ നമ്മുടെ സീക്വൻസ് ആരല്ല? കൺവേർജന്റ് അല്ല. കൺവേർജന്റ് അല്ല മീൻസ് that means our sequence is divergent.
That means our sequence is divergent. Clear ആയോ നിങ്ങൾക്ക് ഈ 3 പ്രോബ്ലംസ്? Clear ആയി മിസ്സേ.